അവരൊക്കെ നമുക്ക് മുമ്പ് 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് ചേക്കേറിയിരിക്കും. പച്ചയായ ഒരു പരമാർത്ഥമാണ്, ഒരു വല്ലാത്ത സത്യവുമാണ്. ഇന്നിരിക്കുന്നവരെയൊക്കെ നാളെ കാണാത്ത ഒരു പരമയാഥാർത്ഥ്യം. ഇന്ന് കണ്ടുമുട്ടുന്നവരെയൊക്കെ നാളെ കൈവിട്ടു പോകുന്ന ഒരു പച്ചയായ പരമാർത്ഥമാണ് മരണമെന്ന മഹാസത്യം. നമ്മളിന്ന് പലരും കൂടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിതത്തിന്റെ വാതാനങ്ങൾ തുറക്കപ്പെടുന്നു. നമ്മളിപ്പോഴും ഭൗതിക ലോകത്തിന്റെ സുഖപ്രതീക്ഷകളിൽ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളിൽ നിന്ന് ഒന്നൊന്നായി കബറിന്റെ ഇരുളടഞ്ഞ അഗാധകർത്തങ്ങളിലേക്ക് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയോട് വിളിച്ചു പറഞ്ഞ ഒരു പരമസത്യമുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രതീക്ഷിക്കാത്ത മരണങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവസാന കാലഘട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകുകയാണ് നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ. ആക്സിഡന്റ് കൂടി വരുന്ന കാലഘട്ടം, ബൈക്ക് ആക്സിഡന്റ് ഏറ്റവും കൂടുതൽ വരുന്ന കാലഘട്ടം. ഈ ഡിസംബർ മാസം നടന്നിട്ട് കേവലം 2 ആഴ്ചയാകുകയും അപ്പോഴേക്കും ഒരുപാട് പേര്, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ചെറുപ്പക്കാർ ഈ ലോകം വിട്ട് വിട പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപകടങ്ങളെ തൊട്ട്, ആപത്തുകളെ തൊട്ട്, ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളെ തൊട്ട് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. വൃത്തികെട്ട ചില മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ, പിഞ്ചുകുട്ടികൾ ചതഞ്ഞെറിഞ്ഞ് മരിക്കപ്പെടുന്നു. കലാലയത്തിന്റെ പടിവാതിൽക്കൽ പിഞ്ചുമക്കള് ചതഞ്ഞെറിഞ്ഞ് കൊല്ലപ്പെടുന്നു. ഇതൊക്കെ ഈ പൊടുന്നനെയുള്ള മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിന്റെ മുറാദുകൾ അല്ലാഹു അറിയുന്നവനാണ്. നമ്മുടെ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഒരുപാട് പേര്, ഞങ്ങൾക്ക് 2-3 വർഷമായി ഇവിടെ വരുമ്പോൾ ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഒമഞ്ചിച്ച പെട്ടെന്ന് ഈ ലോകം വിട്ട് ഇവിടെ പറഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ പലരുടെ മാതാപിതാക്കൾ ഖബറിലാണ്. അവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ മണ്ണാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉഖ്റവിയായ ജീവിതം അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ നമ്മളൊക്കെ കടന്നു ചെല്ലേണ്ടത് അങ്ങനെയുള്ള ഖബറിലേക്കാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നാളത്തെ ഇരുളടഞ്ഞ ഖബറിടത്തിലേക്ക് സ്വലാത്തിന്റെ പ്രകാശത്തെ നീ എത്തിച്ചു തരണം തമ്പുരാനെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇനി ഇടപാടുകളിലോ അല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പൊ തന്നെ സമയം കുറേയായി ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല. അനുഗ്രഹീതമായിരുന്നു മധുഗാനത്തോടെ പരീക്ഷണ അഗ്നിയിലെ ഇടപ്രാവുകൾ എന്ന ഒരു ചരിത്ര സത്യം നിങ്ങളുടെ മുന്നിൽ വരച്ചു കെട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുടുംബബന്ധം ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളുള്ളത്. കുടുംബബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അവർക്കിടയിൽ എങ്ങനെയാണ് സൗഹൃദത്തിന്റെ രൂപമുണ്ടാക്കേണ്ടത്, അവരെങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നൊന്നും അറിയാത്ത, എന്നൊന്നും അറിഞ്ഞിട്ടും അറിയുന്നത് പോലെ നടിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മക്കളും ബാപ്പമാരും, മക്കളും ഉമ്മമാരും, ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ബന്ധങ്ങൾ തകർന്നടിയുന്ന കാലഘട്ടത്തിന്റെ പരദീസകളിൽ ജീവിക്കപ്പെട്ട് 3250 കൊല്ലങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ അനുഗ്രഹീതമായ കഥ, പരീക്ഷണ അഗ്നിയിലെ ഇടപ്രാവുകൾ എന്ന പരമമായ സത്യം നിങ്ങളിലും മുന്നിലേക്ക് വരച്ചു കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു നമ്മുടെ പരിപാടി വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ മണ്ണിലേക്ക് പരിശുദ്ധ ദീനിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പടച്ചവനയച്ച എല്ലാ പ്രവാചകന്മാരിലും മാനവന് മാതൃകയുണ്ടെന്ന് പടച്ചവൻ പറയുകയാണ്. എല്ലാ പ്രവാചകന്മാരിലും എല്ലാവർക്കും മാതൃകയുണ്ട്. അതുകൊണ്ടാണ് ഒരു മുസൽമാനാകണമെങ്കിൽ സകല പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കേണ്ടത് അവന്റെ ഈമാൻ അനിവാര്യ ഘടകമായി മാറുന്നു. എല്ലാ പ്രവാചകന്മാരിലും മാനവന് മാതൃക സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ അവരുടെ ജീവിതത്തെ ലോക ജനതയ്ക്ക് വരച്ചു കാട്ടിയിട്ടുണ്ട്. തെറ്റാനുഭവങ്ങളും പീഡനങ്ങളും പരീക്ഷണങ്ങളും പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിച്ച് ജഗന്നിയന്താവിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ജീവിച്ച പ്രവാചകന്മാരാവട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവസമൂഹമേ, നമ്മുടെ മാതൃക
പരീക്ഷണ അഗ്നിയുടെ പ്രാവുകൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കഥ എന്തെന്ന് നിങ്ങളുടെ മനസ്സിന്റെ കഥയെ കൂടി വന്നിട്ടുണ്ടാകും. ഞാൻ ഈ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് നേടിക്കൊണ്ട് ഇതാ ഇങ്ങനെ അതെ പടച്ചപുരാനിലേക്ക് ഇരു കൈകളിൽ നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരിശുദ്ധ സലാത്തിന്റെ പ്രകീർത്തനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പരീക്ഷണ അഗ്നിയിലെ ഇളപ്രാവുകൾ എന്ന കഥ ഇവിടെ നമുക്ക് തുടങ്ങാം. മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പടച്ച തമ്പുരാൻ അനുഗ്രഹമുള്ള രണ്ട് മക്കളെ കൊടുത്തു. ഒരാൾ യാഖൂബ്, മറ്റൊരാൾ ഹൈസും. രണ്ട് മക്കളെ അല്ലാഹു ഇസ്ഹാഖ് നബിക്ക് കൊടുത്തിട്ടുണ്ട്, ഹൈസും യാഖൂബും. ഈ രണ്ട് മക്കളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. യാഖൂബിനെ അല്ലാഹു പ്രവാചകനാക്കി, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹൈസ് എന്ന മകനെ അല്ലാഹു ആദരിച്ചത് അധികാരം നൽകിയിട്ടുണ്ട്. ഡമസ്കസിന്റെ സിംഹാസനത്തിൽ അവരോധിതനാക്കി ഡമസ്കസിന്റെ ചക്രവർത്തിയാക്കി മാറ്റി ഹൈസ് എന്ന ഇസ്ഹാഖ് നബിയുടെ മറ്റൊരു മകനെ. രണ്ടുപേരെ രണ്ട് രൂപത്തിലേക്ക് അല്ലാഹു ആദരിച്ചു വിട്ടു. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും അല്ലാഹു വീണ്ടും കുറെ മക്കളെ കൊടുത്തു. ഹൈസിന് കുറെ മക്കള്, യാഖൂബ് നബിക്ക് കുറെ മക്കള്. ഇതിൽ യാഖൂബ് നബിയുടെ മകനായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു വീണ്ടും ആദരിച്ചിരിച്ചു. അതുപോലെ ഹൈസ് എന്ന ഡമസ്കസിന്റെ ചക്രവർത്തിയുടെ ഏറ്റവും ഇളയ മകനായ അയ്യൂബ് അല്ലെങ്കിൽ അയ്യൂബ് സ്വാമി